പുന്നപ്പറ രക്തസാക്ഷികളുടെ മണ്ണാണ്. പുന്നപ്പറ രക്തസാക്ഷികൾ, പുന്നപ്പറ വയലാർ രക്തസാക്ഷികൾ അവരെന്തിനു വേണ്ടിയിട്ടാണ് രക്തസാക്ഷിത്വം വരിച്ചത്? അവരാരും ഒരു പഞ്ചായത്ത് മെമ്പറോ ഇല്ലേ, ജില്ലാ പഞ്ചായത്ത് മെമ്പറോ അസംബ്ലിയോ പാർലമെന്റോ മന്ത്രിസ്ഥാനമോ ഒന്നും ആഗ്രഹിച്ചല്ല അവര് പോരാടിയത്. പിറന്നു വീണ മണ്ണിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഫൈറ്റ് ചെയ്ത്, അവർ പോരാടി രക്തസാക്ഷിത്വം വരിച്ചേ. അവരുടെ മണ്ണാണിത്. സഖാവ് പി എസും സഖാവ് പി കെ സിയും അടക്കമുള്ള പുന്നപ്പറ വയലാർ സമരനായകർ ഉഴുതുമറിച്ച ഈ പുന്നപ്പറയുടെ മണ്ണ്, ഈ ചുവന്ന മണ്ണ് കളങ്കപ്പെടാൻ പാടില്ല. അത് മറ്റാരെക്കാളും നന്നായിട്ട് അറിയേണ്ട ആളല്ലായിരുന്നോ സഖാവ് ജി സുധാകരൻ? ഇവിടെ ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് ഒന്നും കടക്കുന്നില്ല. അദ്ദേഹം വഹിച്ച സ്ഥാനത്തെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞു. അദ്ദേഹം 4 പ്രാവശ്യം MLA-യും 2 പ്രാവശ്യം മന്ത്രിയും, പ്രഥമ ജില്ലാ കൗൺസിൽ, ഞങ്ങളെല്ലാം അതിലെ അംഗങ്ങളായിരുന്നു. നാസർ സാഹു പറഞ്ഞല്ലോ, പ്രഥമ ജില്ലാ കൗൺസിലിന്റെ പ്രസിഡന്റും മുനിസിപ്പൽ വൈസ് ചെയർമാനും സർവകലാശാല സിൻഡിക്കേറ്റ് അംഗവും പിന്നെ ഒരുപാട് സമിതികളുടെ ചെയർമാൻ എന്ന നിലയിലുമെല്ലാം അദ്ദേഹത്തിന് പ്രവർത്തിക്കാനുള്ള അവസരം ഈ പാർട്ടി നൽകുകയുണ്ടായി. അങ്ങനെ അത്രയും അവസരം കിട്ടിയ ഒരു സഖാവ് യഥാർത്ഥത്തില് അദ്ദേഹം പാർട്ടിയിൽ വഹിച്ചിരുന്ന സ്ഥാനത്ത് നിന്ന് ഒഴിയാൻ ഇടവന്ന കാരണം ഇവിടെ പറഞ്ഞു. 75 വയസ്സ് പൂർത്തിയാകുമ്പോൾ ഒഴിയണം. അത് പാർട്ടി എടുത്ത തീരുമാനമാണ്. പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ, ഞാനിപ്പോ ഇവിടെ ഇരുന്നപ്പോൾ ആലോചിക്കുകയായിരുന്നു, സഖാവ് വൃന്ദാക്കാരായിട്ട്, സഖാവ് പ്രകാശ് കാരാട്ട്, സഖാവ് മണിക് സർക്കാർ അടക്കമുള്ള നേതാക്കന്മാരെല്ലാവരും 75 വയസ്സ് കഴിഞ്ഞപ്പോൾ ഒഴിഞ്ഞ് അവരെല്ലാവരും ഈ പാർട്ടിയെ, സഖാവ് SRP അവരെ പോലെയുള്ള നേതാക്കന്മാരെല്ലാം പാർട്ടി പറഞ്ഞിട്ടുള്ള ചുമതല നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. സുധാകർ സാഹുവിനും ഈ ജില്ലയിൽ ഞങ്ങളെയൊക്കെ നയിച്ച് ഈ പാർട്ടിയെ സഹായിച്ച് പാർട്ടിയുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിലല്ലേ അദ്ദേഹം ഏർപ്പെടേണ്ടത്? അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള അസ്വസ്ഥതകൾ അദ്ദേഹം എങ്ങനെയാണ് പ്രകടമാക്കിയതെന്നൊക്കെ നാസറോട് പറഞ്ഞു. അദ്ദേഹം തന്നെയാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്, ഡീവിയേഷൻ ഈ ആലപ്പുഴയിലെ പാർട്ടിക്ക് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. ഇവിടെ MP രാഘവൻ പ്രശ്നം വന്നപ്പോൾ, ഗൗരിയമ്മ പ്രശ്നം വന്നപ്പോഴും എല്ലാം വളരെ ശരിയായിട്ടുള്ള നിലപാട് ആലപ്പുഴയിലെ പാർട്ടി കൈക്കൊണ്ടിട്ടുണ്ട് എന്ന് ആവർത്തിച്ച് നമ്മളെയൊക്കെ പഠിപ്പിച്ചയാളാണ് സഖാവ് ജി സുധാകരൻ. എപ്പോഴും അദ്ദേഹം പറയും, ഒരു ഡീവിയേഷനും ആലപ്പുഴയിലെ പാർട്ടിക്ക് ഉണ്ടായിട്ടില്ല. ഒരു ഡീവിയേഷനും സാഹു മനസ്സിലാക്കേണ്ടത്, ആലപ്പുഴയിലെ പാർട്ടിക്ക് ഒരു ഡീവിയേഷനും ഉണ്ടാകില്ല എന്നതിന്റെ തെളിവാണ് ഇന്നിവിടെ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തുകൊണ്ടുള്ള ഈ മീറ്റിംഗ് ഇവിടെ നടക്കുന്നത്.